Dear students, which of the following site must be avoided while giving IM injection to a 2-year-old child? Options: deltoid muscle, dorsogluteal muscle, ventrogluteal muscle, vastus lateralis muscle. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം നഴ്സിംഗിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാവോ എന്നുള്ള കാര്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഡോർസോഗ്ലൂട്ടിയൽ മസിൽ എന്നുള്ളതാണ്. ഡോർസോഗ്ലൂട്ടിയൽ മസിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സിയാറ്റിക് നെർവ് വളരെ പെരിഫറലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഡോർസോഗ്ലൂട്ടിയൽ ഏരിയ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് ഡീപ്പൻ ചെയ്യപ്പെടും. മനസ്സിലായല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യം വരുന്നവരെ IM ഇഞ്ചക്ഷൻ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ഏരിയയിൽ കൊടുക്കാൻ പാടില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഈ പറഞ്ഞ ലോവർ ലിംബ് വീക്ക്നെസ്, പാരാലിസിസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. രണ്ടാമതായിട്ട് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വാസ്റ്റസ് ലാറ്ററാലിസ് മസിൽ എന്ന് പറയാൻ പറ്റും. പക്ഷെ മുതിർന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് സൈറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വെൻട്രോഗ്ലൂട്ടിയൽ മസിലാണ്. അപ്പോൾ പലപ്പോഴും പല പരീക്ഷയ്ക്കും ചോദിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ടും പറയുന്നത്. തന്നെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഏതാണ്? ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻ അറിയാമെങ്കിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് IM ഇഞ്ചക്ഷൻ തന്നെയാണ്. കാരണം അത്രയും ഡീപ്പായിട്ട് നീഡിൽ പോകുന്നതുകൊണ്ട്, അത്രമാത്രം നെർവ് ഇഞ്ചുറി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് പെയിൻഫുൾ ആണ് എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഏറ്റവും പെയിൻ കുറവ് ഏത് തരത്തിലുള്ള ഇഞ്ചക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ്, ഇൻട്രാഡെർമൽ അല്ല. ഇൻട്രാഡെർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള നെർവ് ഉള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡെർമിസ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാരലായിട്ട് അതിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് ഫലമായിട്ട് അത്തരത്തിലുള്ള നെർവ് ഇഞ്ചേർഡ് ആവുകയും വളരെ നല്ല രീതിയിൽ തന്നെ പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഏറ്റവും ലീസ്റ്റ് പെയിൻഫുൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും പറയാനുണ്ട്. അത് വരുന്ന സെഷൻസിൽ പറയാം. അപ്പോൾ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.